ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അക്കൗണ്ട് എന്താണ്, അതിലെ കോമ്പോണൻസ് എന്താണ്, അതിൽ കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിലെ കോമ്പോണൻസ് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കറണ്ട് അക്കൗണ്ടിൽ പ്രധാനമായിട്ട് 3 കോമ്പോണൻസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ കോമ്പോണൻസ് ആണ് മെർക്കൻറ്റൈൽസ് അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ്. അപ്പോൾ മൂവബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഗുഡ്സിന്റെയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഈ മെർക്കൻറ്റൈൽസിന്റെ കീഴിലാണ്. അതായത് എക്സ്പോർട്സും വരും, ഇമ്പോർട്ട്സും വരും. നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഏജൻസീസ് പർച്ചേസ് ചെയ്യുന്ന, സെല് ചെയ്യുന്ന ഗോൾഡിന്റെ ട്രാൻസാക്ഷൻസും വരും. ഇതിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഈ രണ്ട് കാര്യങ്ങൾ അത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്? രണ്ട് തരത്തിലാണ് അതിന്റെ വാല്യുവേഷൻ വരിക. എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓൺ ബോർഡ് എന്ന് പറയുന്ന ബേസിസിലും, ഇമ്പോർട്ട്സ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന രീതിയിലാണ് അതിന്റെ വാല്യുവേഷൻ. അതെന്താണെന്നുള്ളത് അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും മെർക്കൻറ്റൈൽസിന്റെ കീഴിൽ വരുന്നത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, പിന്നെ നോൺ ഗവൺമെന്റ് ഏജൻസീസ് മേടിക്കുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന ഗോൾഡിന്റെ ഡീറ്റെയിൽസ് ആണ് മെർക്കൻറ്റൈൽസിന്റെ കീഴിൽ വരിക. അപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് എല്ലാം പ്രധാനമായിട്ടും മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ്. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നോൺ മോണിറ്ററി ഗോൾഡ് ആണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ഇവിടെയും ഒരു ഗോൾഡ് വന്നിട്ടുണ്ട്, ഇവിടെയും ഗോൾഡ് വന്നിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഏജൻസീസ് ആണ് ഗോൾഡ് സെല് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ മോണിറ്ററി ഗോൾഡിന്റെ കീഴിലാണ് അത് കൺസിഡർ ചെയ്യുക. അതിന് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ആണെന്നുണ്ടെങ്കിൽ അത് മെർക്കൻറ്റൈൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒരു ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് വിൽക്കുകയും വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ മോണിറ്ററി ഗോൾഡിന്റെ കീഴിൽ പെടുകയും, നമ്മൾ ആരെങ്കിലും ഗോൾഡ് പുറത്തുനിന്ന് വാങ്ങുകയോ പുറത്തേക്ക് വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മെർക്കൻറ്റൈൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഒരു ഗവൺമെന്റ് അതോറിറ്റി ആണല്ലോ, നമ്മുടെ മോണിറ്ററി അതോറിറ്റിയാണ്. ഈ മോണിറ്ററി അതോറിറ്റി ഈ ഗോൾഡിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനെ പറയുന്ന 1-2 പേരുകളുണ്ട്. ഒന്നാമത്തെയാണ് മോണിറ്റൈസേഷൻ. മോണിറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മളുടെ കയ്യിൽ നിന്നോ പുറമേ നിന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പൊ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ നോൺ മോണിറ്ററി ഗോൾഡ് അക്കൗണ്ട് കൂടും, പകരം റിസർവ് അക്കൗണ്ട് കുറയും. അവിടെ ഒരു ഡെബിറ്റ് എൻട്രി വരും. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡീമോണിറ്റൈസേഷൻ എന്നാണ് പറയും. അപ്പോൾ RBI ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോണിറ്റൈസേഷൻ എന്നും, ആ ഗോൾഡ് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡീമോണിറ്റൈസേഷൻ എന്നാണ് പറയുക. ഡീമോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഗോൾഡ് സെല് ചെയ്തു ആൾക്കാർക്ക്, അപ്പോൾ നോൺ മോണിറ്ററി ഗോൾഡ് കുറയുന്നു, പകരം റിസർവ് അക്കൗണ്ടിലേക്ക് ക്യാഷ് അവിടെ വരുന്നു. അതാണ് ആ അക്കൗണ്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യമാണ് ഇൻവിസിബിൾ അല്ലെങ്കിൽ സർവീസസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ മൂവബിൾ ഗുഡ്സ് എല്ലാം ഇവിടെ വന്നു, നോൺ ഗവൺമെന്റ് ഏജൻസികൾ മേടിക്കുന്ന ഗോൾഡ് ഇവിടെ വന്നു, ഗവൺമെന്റ് ഏജൻസികൾ മേടിക്കുന്ന ഗോൾഡ് ഇവിടെ വന്നു. ബാക്കി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻവിസിബിൾസ് ആണ്, എല്ലാ തരത്തിലുള്ള സർവീസസ്. അതായത് ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് ഒരു ഇൻഷുറൻസ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പുറമേലേക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, IT എനേബിൾഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത് ഇവിടെയാണ്. പുറമേ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകൾ കിട്ടുവാണെങ്കിലോ ഡൊണേഷൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിലോ നമ്മൾ അങ്ങോട്ട് ചാരിറ്റി വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അതെല്ലാം വരുന്നത് ഈ ഇൻവിസിബിൾസ് എന്ന് പറയുന്ന ഈ കാറ്റഗറിയിലാണ്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് FOB പ്രൈസിങ്, എന്താണ് CIF പ്രൈസിങ് എന്നുള്ളതാണ്. CIF പ്രൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലർ എക്സ്പോർട്ടറിന്റെ, അതായത് സെല്ലർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ എന്ന് പറയുന്ന ആള് ഇമ്പോർട്ടറിന്റെ അടുത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നു. സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് കോസ്റ്റും, അതായത് ഈ പറയുന്ന ഇമ്പോർട്ടറുടെ അടുത്ത് എത്തണത് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്തിട്ടാണ് അയാൾ പ്രൈസ് കോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ CIF പ്രൈസിങ് എന്ന് പറയും. അപ്പൊ അതിൻ്റെ അകത്ത്
അയാൾക്കുള്ള കോസ്റ്റും ഇൻഷുറൻസും ഫ്രൈറ്റും എല്ലാം കവർ ചെയ്തിട്ടാണ് ആ എക്സ്പോർട്ടർ ഇമ്പോർട്ടറോട് പ്രൈസ് കോട്ട് ചെയ്ത് പറയുന്നത്. നേരെ തിരിച്ച് ഈ സെല്ലർ പറയുവാണ്, ഞാൻ എൻ്റെ പോർട്ട് വരെ എത്തിക്കുള്ളൂ, അവിടെ നിന്ന് ഈ സാധനം ക്ലിയർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് അതിന് ഇൻഷുറൻസ് എല്ലാം എടുത്ത് കൊണ്ടുപോവേണ്ട ഉത്തരവാദിത്തം ഇമ്പോർട്ടർ ആയിട്ടുള്ള നിനക്കാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഞാൻ പ്രൈസ് കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രീ ഓൺ ബോർഡ് അല്ലെങ്കിൽ FOB പ്രൈസിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ CIF പ്രൈസിംഗ് ഉണ്ട്, FOB പ്രൈസിംഗ് ഉണ്ട്. എക്സ്പോർട്ടുകളെല്ലാം FOB പ്രൈസിങ്ങിലും ഇമ്പോർട്ട്സ് എല്ലാം CIF പ്രൈസിങ്ങിലുമാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറണ്ട് അക്കൗണ്ടിൽ അക്കൗണ്ട് ചെയ്യുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് കറണ്ട് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്തെല്ലാമാണ്. മെർക്കൻഡൈസിൽ നമ്മൾ പറഞ്ഞു, നോൺ മോണിറ്ററി ഗോൾഡ് മൂവ്മെന്റ്സ് പറഞ്ഞു, ഇൻവിസിബിൾ നിങ്ങൾ നോക്കിയാൽ ഇതെല്ലാം മേജർ ആയിട്ടുള്ള സർവീസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ചില എക്സാമ്പിളുകൾ നമ്മൾക്ക് ടെക്സ്റ്റിൽ കണ്ടാൽ നമുക്കറിയാൻ പറ്റും പലതരത്തിലുള്ള സർവീസുകളുടെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എപ്പോഴെല്ലാമാണ് കറണ്ട് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് വരിക എന്നുള്ളത്. മേജർ ഐറ്റംസ് എന്തെല്ലാമാണ്, അതായത് ഡെബിറ്റ്സ് വരുന്നത്, ക്രെഡിറ്റ്സ് വരുന്നത്, ദെൻ ഇത് എപ്പോഴാണ് റീസൺ ഫോർ ഡെഫിസിറ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ സാധനങ്ങൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുവാണ്, നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ്. പുറമേ നിന്ന് സർവീസസ് കൂടുതൽ വാങ്ങിക്കുന്നു, നമ്മൾ ടെക്നോളജി വാങ്ങിക്കുന്നു, എഗെയിൻ ഡെബിറ്റ് ആവും. പുറമേ നിന്ന് ട്രാൻസ്പോർട്ട് സർവീസസ് അവൈൽ ചെയ്യുന്നു, ലക്ഷറി ബോട്ടുകൾ അതിന്റെ സർവീസസ് അവൈൽ ചെയ്യുന്നു, ക്രൂയിസ് ബോട്ടുകൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നു, അവർക്ക് ഫീസ് കൊടുക്കുന്നു, അതെല്ലാം ഡെബിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. പുറമേ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ലോൺസോ ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ട് പേ ചെയ്യുന്നു, അതെല്ലാം ഡെബിറ്റ് ആണ്. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ, നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് ക്രെഡിറ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് ടെക്നോളജി എക്സ്പോർട്ട് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് ക്രെഡിറ്റ് ആണ്. നമ്മൾ പുറമേ നിന്നുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ട് സർവീസസ് കൊടുക്കുന്നു, ഇൻഷുറൻസ് സർവീസസ് കൊടുക്കുന്നു, പുറമേ നിന്ന് നമ്മൾ കൊടുത്ത ലോണിനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ലോൺ നമ്മൾ കൊടുക്കുന്നു, അപ്പൊ അതെല്ലാം നമുക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴാണ് ഇതൊരു ഡെഫിസിറ്റിലേക്ക് പോവുക, അതും കൂടി നമുക്ക് നോക്കാം. ഇമ്പോർട്ട് കൂടുന്നു, സ്വാഭാവികമായിട്ടും കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ടുമാണ്. ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഒരുപാട് കൂടുകയാണ്, സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ നമ്മൾ ടെക്നോളജി ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹ്യൂജ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടി വരും, സ്വാഭാവികമായിട്ട് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയിട്ട് മാറും. ദെൻ ഇൻവിസിബിൾ അക്കൗണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, അതായത് നമ്മളുടെ സർവീസസിന്റെ എക്സ്പോർട്ട് കാര്യമായിട്ടൊരു ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ പറയുന്ന കറണ്ട് അക്കൗണ്ടിൽ ഒരു ഡെഫിസിറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് കറണ്ട് അക്കൗണ്ട് എന്താണ്, അതിൻ്റെ അകത്തുള്ള കോമ്പണൻസ് എന്തെല്ലാമാണ്, മെർക്കൻഡൈസ്, നോൺ മോണിറ്ററി ഗോൾഡ് മൂവ്മെന്റ്സ്, ഇൻവിസിബിൾസ്, പിന്നെ കറണ്ട് അക്കൗണ്ട്, ആ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടു, അതിൻ്റെ ഐറ്റംസ് എന്തെല്ലാമാണ് നമ്മൾ കണ്ടു, പിന്നെ എപ്പോഴെല്ലാമാണ് കറണ്ട് അക്കൗണ്ട് അതിൽ ഡെഫിസിറ്റ് ബാലൻസ് വരാനുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, താങ്ക് യു.